ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്ത്യ ഡിനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സ്നേഹവന്ദനം. ബൈബിൾ രത്നം പ്രശ്നോത്തരിയുടെ ഈ പ്രാഥമിക സ്റ്റേജിലേക്ക് മത്സരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. LB Eldos from Perumbavoor, Dr. Steve George from Tiruvalla, Mr. Lijo Daniel from Pathanamthitta, Mr. Samson Samuel from Pathanamthitta. So welcome all of you to the primary stage, or rather the first stage of the Bible Ratnam Prashnottari. Now we have 3 rounds. The first round is the Bible round. ബൈബിൾ റൗണ്ടിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്പറുകൾ അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന് +5 marks, and for a wrong answer you get -1 mark. If you don't know the answer, just say pass and you get neither plus or minus. The second part comes with the bumper fire. 4 ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ആർക്ക് വേണമെങ്കിലും അതിന് ഉത്തരം നൽകാം. നിങ്ങളുടെ മുൻപിലുള്ള ബസറിന്റെ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ ആദ്യമായി ദീപം തെളിയുന്ന മത്സരാർത്ഥിക്കായിരിക്കും ഉത്തരം നൽകുവാൻ അവസരം ലഭിക്കുന്നത്. 2 സ്വിച്ചസ് ഉണ്ട്, പക്ഷെ ഒരു സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് സ്വാധീനമുള്ള ഭാഗത്തുള്ള സ്വിച്ച് അമർത്തുവാനാണ് അപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത്. Number 1. Who has number 1? Yes, LB Eldos. ഫിലിസ്തീർ പിടിച്ചെടുത്ത യഹോവയുടെ പെട്ടകം എത്ര കാലം കഴിഞ്ഞാണ് മടക്കി കൊടുത്തത്? നാൽപ്പത് വർഷം. ഉത്തരം വളരെ തെറ്റാണ്. -1 mark for LB Eldos. The question is open to all the others. Any answer? So the question goes to the question bank. It's fired. Right. Now, the second question, who is number 2? Lijo Daniel. യേശു ഉയർപ്പിച്ച യായിറോസിന്റെ മകൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? 12. Exactly. Lijo gets +5 marks. Number 3. Who is number 3? Yes, doctor. പൗലോസും 275 സഹയാത്രികരും നടുക്കടലിൽ നേരിട്ട കൊടുങ്കാറ്റിന്റെ പേരെന്ത്? Pass. Right. Anybody else? Yes, Lijo. ഈശാനമൂലൻ. ഉത്തരം വളരെ ശരിയാണ്. 5 marks for Lijo Daniel. Right. 4ാമത്തെ ചോദ്യം. Who is number 4? Samson. Yeah. You lost a chance. I'm sorry. തന്റെ കൽപ്പന പ്രകാരം കൊല്ലപ്പെടുവാനായി കൊണ്ടുപോയ വ്യക്തിക്ക് വേണ്ടി
ആ വ്യക്തിക്ക് ആപത്ത് വരാതിരിക്കുവാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു രാജാവ് ആരായിരുന്നു? ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. താൻ പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് കൊല്ലപ്പെടുവാനായി അയച്ച ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു രാജാവ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവസിച്ച രാജാവ് ആരായിരുന്നു? കൊല്ലപ്പെടുവാനായി അയക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ദാരിയാവേശ് രാജാവ്. ദാരിയാവേശ് രാജാവ്. ഉത്തരം വളരെ ശരിയാണ്. ദാനിയലിന് വേണ്ടിയാണ് അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. സോ സാംസൺ സാമുവൽ opens the account with 5 marks. Right. You have Bible round bumper fire. The first question. ഞങ്ങൾ ഉപവസിച്ചിട്ടും നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത് എന്ന ഇസ്രായേൽ മക്കളുടെ ചോദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? യെസ് മിസ്റ്റർ ലിജോ. ഉത്തമഗീതം. ഉത്തമഗീതം. ഉത്തമമായിട്ടുള്ള ഒരു മറുപടി അല്ലത്. സോ യു ഗെറ്റ് -2 marks and now it's open to the other 3. Any answer? Five, 4, 3, 2, 1. ഉത്തമഗീതം ഒരു പ്രേമഗീതമാണ്. ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവർക്ക് സാധ്യമല്ല. ആ സാഹചര്യത്തിൽ ആ ചോദ്യം ക്വസ്റ്റ്യൻ ബാങ്കിന് വിടുകയാണ്. യെസ്, ഇറ്റ് ഗോസ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ബാങ്ക് ബിക്കോസ് നോബഡി ഈസ് ആൻസറിംഗ് ഇറ്റ്. നൗ എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്പർ 2. തന്റെ ജനനത്തിന് 200-ലധികം വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച രാജാവാൻ. ആ രാജാവ് ജനിക്കുന്നതിന് 210 വർഷങ്ങൾക്ക് മുൻപ്, 200-ലധികം എന്ന് പറഞ്ഞാൽ മതി, പ്രവചിക്കപ്പെട്ട വ്യക്തിയാണ്. ആ രാജാവിന്റെ പേരെന്താണ്? ചോദ്യം മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ എന്നോട് ചോദിക്കാം. മൈക്രോഫോൺ ഉപയോഗിച്ച് ചോദിക്കാം. സോൾ ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് രാജാവായിട്ടായിരുന്നു ഭൂമിയിൽ. അങ്ങനെയുള്ള മറുപടി പറയാൻ സാധ്യമല്ല. രാജാവ് ജനിക്കുന്നതിന് 210 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ പേര് സഹിതം ഇങ്ങനെ ഒരു രാജാവ് ജനിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. യെശയ്യാ പ്രവാചകനാണ്. അദ്ദേഹത്തിന് യേശുക്രിസ്തു. വെരി റോങ് ആൻസർ. യേശുക്രിസ്തു ഒരു രാജാവല്ലല്ലോ സഹോദര. യേശുക്രിസ്തു രാജാവും പുരോഹിതനും പ്രവാചകനുമാണ്. നമ്മൾ അങ്ങനെയുള്ള വല്ല ഇവിടെ ചോദിച്ചത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 210 വർഷം മുൻപല്ല, അതിനൊക്കെ എത്രയോ വർഷം മുൻപ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ മൈനസ് മാർക്കാണ് ലഭിക്കേണ്ടത്. എങ്കിലും -2 marks. Now, is there answer, Doctor? LB? No. So the question again goes to the question bank. Bible round, bumper fire. Third question. ബാബിലോണിയൻ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട യെരുശലേമിന്റെ മതിൽ പുനർനിർമ്മാണം ചെയ്തത് ആരുടെ നേതൃത്വത്തിലാണ്? മിസ്റ്റർ ലിജോ ഡാനിയൽ. നെഹമ്യാവ്. വാട്ട് ഇസ് ഇറ്റ്, മലയാളം ഓർ ഇംഗ്ലീഷ്? നെഹമ്യാവ്. ശരിയായ മറുപടി. 5 marks ഫോർ ലിജോ ഡാനിയൽ. റൈറ്റ്. അടുത്ത ചോദ്യം, ഓപ്പൺ ക്വസ്റ്റ്യൻ. ബൈബിൾ ബമ്പറിന്റെ ലാസ്റ്റ് ചോദ്യമാണ്. നെഹമ്യാവിന്റെ തൊഴിൽ എന്തായിരുന്നു? യെസ് ഡോക്ടർ. കപ്ബേറർ, പാനപാത്രവാഹൻ is a cupbearer, right? So Dr. Steve George opens the account with 5 marks. Right. ബൈബിൾ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു.